ഇപ്പം കണ്ട പുതിയൊരു ട്രെൻഡ് ആനകളിൽ നമ്മൾ കണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഒരു കൊമ്പനാനയാണ്, കൊമ്പനോ മുഴയോ ബുൾ എലഫൻ്റാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇപ്പം കാണുന്നതെന്ന് പറഞ്ഞാൽ പുതിയൊരു 10-15 വർഷമായിട്ട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ 40-40 വയസ്സാകുമ്പോഴേക്കും നിങ്ങൾ തട്ടിപ്പോവും, വിഷമായിട്ടോ ഇതായിട്ടോ. പുതിയ ട്രെൻഡ് കാണുന്നത് കോപ്പറേറ്റീവ് ക്രോപ്പ് റൈഡിങ് എന്ന് പറയും. അത് വലിയ കൊമ്പനാനകൾ തമ്മിൽ അത് അന്യോന്യം ഫൈറ്റ് ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കാം. പക്ഷേ ഇവർ കോപ്പറേറ്റ് ചെയ്യും, അന്യോന്യം സഹകരിച്ചിട്ട് ക്രോപ്പ് റൈഡ് ചെയ്യും. ക്രോപ്പ് റൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കൃഷിനാശം വരുത്തും. അതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, ആലോചിക്കാൻ നിങ്ങൾ ഒറ്റ ആന ഇറങ്ങുകയാണെങ്കിൽ ആൾക്കാരെ ചുറ്റും കൂടാം, പന്തമെറിയാം, വെടിവെക്കാം, എന്ത് വേണേൽ ചെയ്യാം. പക്ഷേ 4 ആന 4 കൂട്ടം നിന്ന് ഇറങ്ങുകയാണെങ്കിലോ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊരു കോൺഫ്ലിക്റ്റ്, അതായത് ഈ സംഘർഷം ഇവർ കോപ്പറേറ്റ് ചെയ്തിട്ട് ഷെയർ ചെയ്യാണ്. ഇത് വ്യാപകമായിട്ട് കണ്ടുവരുന്നുണ്ട് ഇപ്പം. ഇതിൻ്റെ ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന പറഞ്ഞാൽ, വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിക്ക് അടുത്തുള്ള ഒരു ചെറിയൊരു ഗ്രാമമുണ്ട്, കല്ലൂർ എന്ന് പറഞ്ഞിട്ട്. അവിടെ വലിയൊരു വയലുണ്ട്. ഇന്ന് വയനാട്ടിലെ തന്നെ ഏറ്റവും വലിയ വയലാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ കല്ലൂർ 4 ആന ഇറങ്ങും, 4 ബുൾസ്. കൃത്യമായിട്ട് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. വലിയ കൊമ്പന്മാർ. അങ്ങനെ ഇവർ വന്നു കഴിഞ്ഞാൽ 4 സൈഡിൽ നിന്നും വരും. ആൾക്കാരാകെ കൺഫ്യൂസ്ഡ് ആവും. എവിടുന്ന്? ഇവിടെ ഒരാൾ ഓടിക്കുമ്പോൾ അവിടെ തിന്നുന്നുണ്ടാവും, ഇവിടെ ഓടിക്കുമ്പോൾ ഇവിടെ കഴിക്കുന്നുണ്ടാവും. ഈ കോപ്പറേറ്റീവ് ബിഹേവിയർ ഇപ്പം വ്യാപകമായിട്ട് കേരളത്തിൽ പല സ്ഥലങ്ങളിലും വന്നു. ഇതൊരു എവല്യൂഷണറി ബിഹേവിയർ റെവല്യൂഷനാണ്, ഒരു സ്വഭാവം ആർജിക്കുകയാണ്. ഈ 4 ആന കൂടിയിട്ടാണ് നിൽക്കുക. ഒരു വൈകുന്നേരം 6 മണിയാകുമ്പോൾ നിൽക്കും. അത് കഴിഞ്ഞിട്ട് രാത്രി ആയിക്കഴിഞ്ഞാൽ ഇറങ്ങും, നെല്ലിലേക്ക് ഇറങ്ങും, ഇല്ലേ കൃഷി നാശത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ 4 ആന വരുമ്പം കൃഷിക്കാരൻ കൺഫ്യൂസ്ഡ് ആവും, എങ്ങോട്ട് പോകണം. ഒരാളെ ഓടിക്കാൻ നോക്കുമ്പോഴായിരിക്കും മറ്റൊരു കഴിച്ചുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ കൃത്യമായിട്ട് നമ്മളെ ടീം മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു, ഇത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത്. ഇതിൻ്റെ പുറകെ തന്നെ ഒരു 1-2 വർഷം ഞങ്ങൾ നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കി ഇതിനകത്തൊരു ഗ്യാങ് ലീഡറുണ്ട്, അയാളാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. ഈ സമയത്ത് ഈ ഗ്യാങ് ലീഡർ നമ്മൾ കണ്ടെത്തി. അയാളെ നമ്മൾ റേഡിയോ കോളർ ചെയ്തു. റേഡിയോ കോളർ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്മിറ്ററാണ്, ഒരു ബെൽറ്റിൻ്റെ മുകളിലുള്ളൊരു ട്രാൻസ്മിറ്ററാണ്. ഇത് സാറ്റലൈറ്റ് ഉപഗ്രഹമായിട്ട് അപ്ലിങ്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ പൊസിഷൻ, GPS പൊസിഷൻ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇത് എവിടെയാണ് നിൽക്കുന്നത്, കോർഡിനേറ്റ്സ് വെച്ചിട്ട് എവിടെയാണ് നിൽക്കുന്നത് കൃത്യമായിട്ട് നമുക്ക് ലാപ്ടോപ്പ് കിട്ടും. ഇത് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ ആനയെ മയക്കൊടി വെച്ചിട്ട് മയക്കി നിർത്തി നമ്മളിത് വെച്ച് കെട്ടി വിടുകയാണ് ചെയ്യുക, വേറൊന്നുമില്ല. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മളിതിൻ്റെ പുറകെ നടക്കുകയാണ്, മോണിറ്റർ ചെയ്യണം. അങ്ങനെ നമുക്ക് സിറ്റുവേഷൻ മനസ്സിലായി. ലാസ്റ്റ് മനുഷ്യന് അപകടകരമാവുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി, ഒരാൾ മരിച്ചു, ഒരാൾ കൊന്നു ആക്ച്വലി. അപ്പം അത് വന്ന സ്ഥിതിക്ക് നമുക്ക് വേറെ നിവൃത്തിയില്ലാണ്ടായി. ഇത് പിടിക്കുക എന്നുള്ള തീരുമാനമായി. നമ്മൾ ഈ ഗ്യാങ് ലീഡറിനെ നമ്മൾ പിടിച്ചു. നമ്മളിത് പിടിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ആനയുടെ പുറകെ പോവുക, നമ്മൾ മയക്കോടി വെക്കുക ചെയ്യാം. മയക്കോടി നമുക്ക് 2 രീതി വെക്കാം. ഒന്ന്, നമുക്ക് ഓടിച്ചിട്ട് ഇത് ചെയ്യാം, ഒത്തിരി റിസ്ക്കാണ്, ഒത്തിരി അപകടമാണ്, തിരിച്ച് ആനിമൽ ചാർജ് ചെയ്യും. 2, നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ സൈലൻ്റായിട്ട് പോയി മിണ്ടാണ്ട് പോയി മയക്കോടി വെക്കും. ആനിമൽ അറിയ പോലുമില്ല ചിലപ്പം. അതിനുള്ള എക്സ്പേർട്ടായിട്ടുള്ള ട്രാക്കേഴ്സ് നമുക്കുണ്ട്. അവരത് ഇപ്പോൾ കാണിച്ചു. അപ്പോൾ ഒരുപാട് നമ്മൾ നോക്കും കാറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്. അപ്പോൾ നമ്മളെ കാറ്റ് അങ്ങോട്ട് പോരുത്, നമ്മളിൽ നിന്ന് ആനയുടെ അടുത്തേക്ക് പോരുത്, കാരണം സ്മെല്ല് കിട്ടും. ആനയ്ക്ക് ഏറ്റവും കൂടുതൽ സ്മെല്ലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എപ്പോഴും ഇങ്ങനെ നോക്കും ഇവിടേക്കുള്ള കാറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളെ ട്രാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ട്രൈബൽ ട്രാക്കേഴ്സാണ്, എക്സ്പേർട്ട് ട്രാക്കേഴ്സാണ്. ചില ആൾക്കാരൊക്കെ തൊട്ടിട്ടൊക്കെ ആനയെ വരും, അത്രയും വളരെ കഴിവുള്ള ആൾക്കാരാണ്. സുൽത്താൻ ബത്തേരിയിൽ നമ്മൾ വയനാട് അവിടെയുള്ള പല ട്രൈബൽ കമ്മ്യൂണിറ്റീസും ഉണ്ട്. അവർക്ക് വളരെ കീൻ സെൻസാണ്. ഒരു ആന പോയി കഴിഞ്ഞാൽ ഒരു 24 മണിക്കൂർ കഴിഞ്ഞാലും നമ്മളെ അതിൻ്റെ അടുത്തെത്തിക്കും. അത് അവർക്ക് പല രീതിയിലാണ് അവർ സെൻസ് വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തൊട്ടാവാടിയില്ലേ, നമ്മൾ മൈമോസ പ്യൂഡിക്ക എന്ന് പറയുന്നത് തൊട്ടാവാടി നമ്മളൊന്ന് തൊട്ട് കഴിഞ്ഞാൽ അത് വാടും. അത് കഴിഞ്ഞാൽ വെടരാനൊരു സമയമുണ്ട്. ഓക്കെ, ഈ സമയമൊക്കെ നോക്കിയിട്ട് അവർക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ആന പോയിട്ടുണ്ടോ ഇല്ലയോ, ഒരു മൃഗം പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ കൃത്യമായിട്ട് പറയാൻ പറ്റും. ചവിട്ട് ചെയ്ത് അവരുടെ സെൻസ് വളരെ അക്യൂട്ടാണ്, വളരെ ഇതാണ് അവരുടെ. നമുക്കതൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും അതാണ് ഉപയോഗിക്കുക. നമ്മളെ ട്രാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ടായിട്ടുള്ള ട്രാക്കേഴ്സ് ആയിരിക്കും. അവർ നമ്മളെ കൊണ്ടുപോയി ഈ പെർട്ടിക്കുലർ ആന ഇപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ, ആനയുടെ അടുത്ത് കൊണ്ടുപോകും. നമ്മൾ മയക്കോടി വെക്കും. മയക്കോടി വെച്ച് മയങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ
കുങ്കിയെ കൊണ്ടുവരും, കുങ്കിയാനെ കൊണ്ടുവരും. കുങ്കിയാനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ലോഡ് ചെയ്യും, ലോറിയിലേക്ക് ലോഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ കൂട്ടി കൊണ്ടുവന്ന് ഇറക്കുക ചെയ്യാം. ഈ കൂടിന് നമ്മൾ പറയുന്ന ക്രാൾ എന്ന് പറയാം, KRAAL എന്ന് പറയും, ക്രാൾ എന്ന് പറയും. ആനപ്പന്തി എന്ന് പറയും. വലിയ കൂടാണ്. 12 അടി നീളവും 12 അടി വീതിയുമുള്ള സ്ക്വയറായിട്ടുള്ള ഒരു ചതുരമായിട്ടുള്ള ഒരു കൂടാണ്. ഇത് പണ്ടുണ്ടാക്കിയത് കമ്പകം എന്ന് പറഞ്ഞ മരം കൊണ്ടൊക്കെ ആയിരുന്നു. അപ്പോൾ കമ്പകമൊന്നും കിട്ടാനില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ യൂക്കാലിപ്റ്റസാണ്. യൂക്കാലിപ്റ്റസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, യൂക്കാലിപ്റ്റസ് ഗ്രാൻഡിസിൻ്റെ നല്ല കഴയുണ്ടാവും, നല്ല ഉരുണ്ട കഴയുണ്ടാവും. അത് വെച്ചിട്ട് നമ്മളിങ്ങനെ 4 കാലുകൾ വെച്ച് അതിനിടയ്ക്ക് രണ്ട് കാലുകൾ വെച്ച് ഇതിൻ്റെ മുകളിൽ ഓരോന്നായിട്ട് നമ്മൾ അഴിയിടും. കെട്ടൊന്നുമില്ല, കാരണം അതിന് വെയിറ്റ് തന്നെയാണ് ഇതിൻ്റെ കാര്യം. ഈ അഴിയിട്ടിട്ട് നമ്മൾ ആനയെ ഈ കൂട്ടിലേക്ക് ഇറക്കുക ചെയ്യാം. അപ്പം ഇതാണ് ഈ സംഭവം, നമ്മൾ എലഫൻറ്റ് ക്യാപ്ചർ എന്ന് പറഞ്ഞ സാധനം. ഈ സമയത്ത് ഇതിൽ രസകരമായി ഇതിൽ വന്ന കേസുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആനയെ പിടിച്ചു, ഞാൻ പറഞ്ഞില്ലേ ആന. പക്ഷേ ഈ കേസിൽ ചാർജിങ് ആയിരുന്നു. നമ്മൾ നേരെ ചാർജ് ചെയ്ത് വന്നപ്പോഴാണ് നമ്മൾ വെടിവെച്ച്, നമ്മൾ ഓടിച്ചിട്ട് മയക്കുവെടി വെക്കുക എന്നുള്ള കണ്ടീഷൻ പോലെ തന്നെ മയക്കുവെടി വെച്ചു, മയങ്ങി. കുങ്കിയെ കൊണ്ടുവന്നു, നമ്മൾ ഇതിൽ കയറ്റി, ലോറി കയറ്റി കൊണ്ടുവന്നു. നമ്മൾ മുത്തങ്ങ ക്യാമ്പ്, അത് അവിടെയാണ് നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ട്. വയനാട് മുത്തങ്ങ, സുൽത്താൻ ബത്തേരി, വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, മുത്തങ്ങയിലെ പഴയ എലഫൻറ്റ് ക്യാമ്പായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇത് വളരെ ഡെഡായിരുന്നു. പക്ഷേ ഇത് റിവൈവ് ചെയ്തെടുത്തു. അവിടെ കൂടുണ്ടാക്കി ആനയെ കയറ്റി. അന്ന് നടന്നു പറഞ്ഞാൽ വളരെ ആദ്യം കുറച്ച് ഇടിയൊക്കെ ഉണ്ടാവും, കൂട് ഇടിച്ച് പൊളിക്കാനൊക്കെ നോക്കും. പക്ഷേ നല്ല സ്ട്രോങ് ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ 6 അടി താഴോട്ടുണ്ടാവും, 13 അടി ഉയരമുണ്ടാവും ഈ കൂട്ടിന്. അപ്പോൾ അതിലാണ് ഇത് വെക്കുന്നത്. ഇതിൻ്റെ മൊത്തം ഭാരത്തിൻ്റെ മുകളിലാണ് ഈ കൂടിൻ്റെ സ്ട്രെങ്ത്ത്. അല്ലാതെ കെട്ടലൊന്നുമില്ല, അന്യം കെട്ടുവോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഈ ഇങ്ങനെ ഓരോ കടകൾ വെച്ചിട്ട് നല്ല നീളമുള്ള കടകളായിരിക്കും. അത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്ത്താണ് ഈ കൂടിൻ്റെ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത്, വെയിറ്റാണ് ഇതിൻ്റെ കൂടിൻ്റെ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഇടിക്കാനൊക്കെ നോക്കും, ഇതൊക്കെ നടന്നു. രാത്രിയായപ്പം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ 3 ആനകളും വന്നിട്ട് കൂടിൻ്റെ ചുറ്റും, ഇവൻ്റെ കൂടെയുള്ള 3 ആന. അപ്പം പാപ്പാൻ ഓടി വന്നു, എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു, സാറേ 3 ആന വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഒരു 1.5 മാസം എൻ്റെ കുട്ടികളുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനയെ ഓടിക്കുക എന്നുള്ളതാണ്. ഇവൻ എന്ത് ചെയ്യും, ഇവന് കൊടുത്ത തീറ്റ എടുത്തിട്ട് ഈ ആനയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ഈ ചുറ്റുമുള്ള 3 ആനയ്ക്കും കൊടുത്തുകൊണ്ടിരിക്കും. അത് നമ്മൾ ഫീഡ് ചെയ്യുന്ന പുല്ല് എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് അസോസിയേഷനാണ് ഇത്. വ്യാപകമായിട്ട് പണ്ട് നമ്മളതിന് പേരിട്ടു, കോപ്പറേറ്റീവ് ക്രോപ്പ് റൈഡിംഗ് എന്നാണ് നമ്മളതിന് പേരിട്ടത്. കോപ്പറേറ്റ് ചെയ്തിട്ട് ക്രോപ്പ് റൈഡ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ റിസ്ക് കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ റിസ്ക് അസോസിയേറ്റഡ് ജീൻ്റെ ഇത് വ്യാപകമായിട്ട് ഇപ്പം ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പറഞ്ഞു വന്ന നക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനകളുടെ സ്വഭാവം മാറുന്നുണ്ട്, ബിഹേവിയറായിട്ട് ഇവർ ഇവോൾവ് ചെയ്യുന്നുണ്ട്. ഇതിന് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് പറയും. ഓക്കെ, കോൺഫ്ലിക്റ്റ് അഡാപ്റ്റേഷൻ പല സ്പീഷീസിലും നടക്കുന്നുണ്ട്. അത് ആർജിക്കുന്നുണ്ട് എങ്ങനെ ഇത് ചെയ്യണമെന്നുള്ളത്. ഇതൊരു വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇതിൻ്റെ വന്ന ശേഷം നമ്മൾ ഈ ലീഡ് ബുള്ളിനെ ഇപ്പം എൻ്റെ ഒരു ഞങ്ങളുടെ ഒരു ഒന്നാന്തരം കുങ്കിയായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ അയാൾ. പല ഓപ്പറേഷനിലും നിൽക്കുന്നുണ്ട്. ഭരത് എന്നാ പേര്, ഒന്നാന്തരം കുങ്കി. ഇതിന് ശേഷം ഈ 3 ആനകളെ നമ്മൾ ഒരു 1.5 മാസം എടുത്തു നമ്മൾ പിരിച്ചു വിടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ആ ഏരിയയിൽ കോൺഫ്ലിക്റ്റേ ഉണ്ടായിട്ടില്ല. ആ ഏരിയയിൽ ഈ 3 ആനയുമല്ല, ഈ 3 ആനയും കാട്ടിലേക്ക് തിരിച്ചു പോയി, കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടില്ല. ഇയാളായിരുന്നു ലീഡ് ബുൾ, ഇയാളായിരുന്നു ഈ കോൺഫ്ലിക്റ്റ് തീരുമാനിച്ചിരുന്നത്. ഭയങ്കര രസകരമായ കാര്യമാണ്. ഇത് പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ കോപ്പറേറ്റീവ് ക്രോപ്പ് റൈഡിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത്. ഇത് പല സ്ഥലങ്ങളിലും, പാലക്കാടായാലും പല സ്ഥലങ്ങളിലും വ്യാപകമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ നട്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഇത് കോൺഫ്ലിക്റ്റ് ആർജിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മളതിനെ പറയും ബിഹേവിയറൽ എവല്യൂഷൻ എന്ന് പറയും. അതായത് ഈ സ്വഭാവം ഇങ്ങനെ പരിണമിച്ച് വരികയാണ്, പല സ്ഥലങ്ങളിലും വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ അതിൻ്റെ ലീഡ് ബുള്ളിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, മാറ്റുക. ഓക്കെ, മാറ്റിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം പലപ്പോഴും പരിഹരിക്കാൻ പറ്റും. വയനാട് ഒരു 5-6 വർഷം മുമ്പ് മുള കംപ്ലീറ്റ് അങ്ങ് പൂത്തു. അറിയാലോ, മുള ഒരുമിച്ചാണ് പൂക്കുക. കംപ്ലീറ്റ് അങ്ങ് പൂത്ത് കഴിഞ്ഞാൽ മുള നശിച്ചു പോകും. 10-12 വർഷത്തിന് ഒരിക്കലേ പൂക്കത്തുള്ളൂ. പൂത്ത് കഴിഞ്ഞാൽ മുള നശിച്ചു പോകും. മുള ആനയുടെ വലിയൊരു ഭക്ഷണമാണ്. ഈ മുള പോയതോടെ
കോൺഫ്ലിക്റ്റ് ഭയങ്കരമായിട്ട് കൂടാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, അങ്ങനെ പല രീതിയിലുണ്ട്. ഇപ്പം നമ്മൾ യൂക്കാലിപ്റ്റസ് പ്ലാന്റേഷൻ, അതായത് കാട്ടിനകത്തുള്ള പ്ലാന്റേഷൻ, തേക്ക് പ്ലാന്റേഷൻ, ഇതൊക്കെ ഈ ആവാസ വ്യവസ്ഥയുടെ എന്താ പറയുക, അതിൻ്റെ ക്വാളിറ്റി കുറച്ച് കൊണ്ടുവരികയുള്ളൂ. അപ്പം പലരും ചോദിക്കും, എന്തിനാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കാട്ടിനകത്ത് യൂക്കാലിപ്റ്റസ് വെച്ചത്, തേക്ക് വെച്ചത് എന്നൊക്കെ. മിക്ക തേക്ക് പ്ലാന്റേഷനും ബ്രിട്ടീഷുകാർ വെച്ചതാണ്, സ്വാതന്ത്ര്യം മുമ്പ് ബ്രിട്ടീഷുകാർ വെച്ചതാണ്. പിന്നെ നമ്മളിത് എന്തുകൊണ്ട് ഈ കൺസർവേഷൻ എന്നുള്ള ഇതിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ വന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്. ഇപ്പോൾ 1-ാം പഞ്ചവത്സര പദ്ധതിയിൽ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കാട് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയലൈസേഷന് വേണ്ടിയിട്ട്, അത് വ്യാവസായികവൽക്കരണത്തിന് വേണ്ടി ഉപയോഗിക്കുക നടക്കാണ് പറഞ്ഞിരിക്കുന്നത്. അന്നൊന്നും നമ്മൾ ഈ കൺസർവേഷൻ, അതായത് ഇത് ചെയ്യണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുമില്ല. ഇതൊക്കെ മലയാളിക്ക് വന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ സൈലൻറ്റ് വാലി സമരത്തിനൊക്കെ ശേഷമാണ്. ഈവൻ മറ്റേ വെള്ളക്കാർക്ക് വന്നതിന് റേച്ചൽ കാർസൻ്റെ ബുക്കൊക്കെ വന്നതിന് ശേഷമാണ് ഈ ഒരു കൺസർവേഷൻ എന്ന് പറഞ്ഞൊരു ഇതിനകത്തേക്ക് വന്നത്. പണ്ട് വ്യാവസായികവൽക്കരണത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള രീതിയിലായിരുന്നു ഇതിനെയെല്ലാം, കാടിനെയെല്ലാം കണ്ടത്. ഇപ്പം നമുക്കറിയാം. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. എങ്ങനെ ഇതിന് തടയാം, അതാണല്ലോ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു, ഏകദേശ കാരണങ്ങൾ ഇന്ന് തന്നെയാണ്. പക്ഷേ എങ്ങനെ ഇത് തടയാം എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞപ്പം പല രീതിയിൽ നമുക്കിതിനെ ചെയ്യാം. ഒന്ന്, ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയും. അതായത് കാടും ഈ സംഘർഷവും ഇടയ്ക്കുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്താ പറയുക, നമുക്ക് ബ്ലോക്ക് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യാം. അതിൽ ആദ്യകാലങ്ങളിലൊക്കെ ഉപയോഗിച്ചത് ട്രഞ്ചാണ്. അതായത് വലിയ കുഴി ഉണ്ടാക്കിയിട്ട് ട്രഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 5 അടി വീതി 8 അടി താഴ്ച ഉള്ള നീളത്തിലുള്ള ഇതുണ്ടാക്കുക. അത് ഒരു കാലത്ത് എഫക്റ്റീവായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ വ്യാപകമായ മഴയുടെ മുകളിൽ ഈ ട്രഞ്ചിടിഞ്ഞു പോവും. അതിനകത്തേക്ക് മൃഗങ്ങൾ പെട്ടെന്ന് കടന്നു പോകും. അതേത് ഇതായാലും പ്രധാനമായിട്ട് എലിഫൻറ്റിന് വേണ്ടി ഉപയോഗിക്കാം. ട്രഞ്ച് അങ്ങനെ പല സ്ഥലങ്ങളിലും സക്സസ് അല്ലാണ്ടായി. പിന്നെയുള്ളത് ഇലക്ട്രിക് ഫെൻസുകളാണ്. അത് DC പവറിൽ, അത് നമ്മൾ മറ്റേ പവറിൽ പൾസസ് ഉണ്ടാവും. അത് നീളത്തിലിങ്ങനെ കെട്ടും, 3, 4, 5 ഇതായിട്ട് കെട്ടും. എന്നിട്ട് ഇതിനൊരു ചാർജർ ഉണ്ടാവും. ഇത് ചാർജർ ഇങ്ങനെ കറണ്ട് വന്നുകൊണ്ടിരിക്കും, പൾസായിട്ട് വന്നുകൊണ്ടിരിക്കും. അത് ആന തൊടുമ്പം ആനയ്ക്ക് ഷോക്ക് അടിക്കും. മരിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഷോക്ക്, ഒരു പൾസ് പോലെ ഒരു തട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ 2, 3, 4 തട്ട് കിട്ടുമ്പോൾ ആനയ്ക്ക് മനസ്സിലാവും ഇതിൻ്റെ അടുത്തേക്ക് പോകരുതെന്ന് മനസ്സിലാവും. അപ്പം 1, 2, 3 പ്രാവശ്യം കിട്ടുമ്പോൾ ഇതിന് പാവ്ലോസ് എക്സ്പെരിമെൻ്റ് എന്ന് പറയും, കേട്ടിട്ടുണ്ടാവും ചിലപ്പം. ഈ ഒരു പട്ടിക്ക് ഒരു കഷ്ണം ബ്രെഡ് കൊടുത്ത് ഒരു ബെല്ലടിക്കുക, ഒരു കഷ്ണം ബ്രെഡ് കൊടുക്കുക, ബെല്ലടിക്കുക, ഒരു കഷ്ണം ബെല്ല്. അപ്പം രണ്ടാമത് 5 6 തവണ ബെല്ലടിക്കുമ്പോൾ തന്നെ വായിന്ന് മറ്റേ ഉമിനീര് വരും. അതേപോലെ തന്നെ 2 3 എന്നാണ് കാഴ്ചപ്പാട്. പക്ഷേ ആനകൾ ഇതിനെക്കാട്ടും ബുദ്ധിമാന്മാർ വളരെ കൃത്യമായിട്ട് ഇതെങ്ങനെ പൊളിക്കാമെന്ന് അറിയാം. ഒരു മരം അതിൻ്റെ മുകളിലേക്ക് തള്ളിയിടും, അല്ലെങ്കിൽ കൊമ്പ് വെച്ച് മെല്ലെ തട്ടിപ്പൊട്ടിക്കും. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആനകളുണ്ട്. സോ അത് രണ്ടാമത്തെ മെത്തേഡ്. മൂന്നാമത്തെ പല രീതിയിലുള്ള മെത്തേഡ്സ് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ ഹാങ്ങിങ് ഫെൻസ് വെച്ചു. അതായത് ഇങ്ങനെ തൂക്കി ഇടുന്ന, ഇങ്ങനെ ലൈനിന് പകരം തൂക്കിയിടുന്ന ഈ ഇലക്ട്രിക് ലൈൻസ്. അപ്പോൾ എന്താ, ആനയ്ക്ക് അങ്ങനെ തട്ടിയിടാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ അതും ഇപ്പോഴും അത് പല സ്ഥലങ്ങളിലും അത് പൊട്ടിക്കുന്നുണ്ട്, കയറുന്നുണ്ട്. പിന്നെ നമ്മൾ പല വേലികൾ നമ്മൾ ഇത് നോക്കി, റെയിൽവേ ഫെൻസ് എന്ന് പറഞ്ഞിട്ട്, അത് ഈ റെയിൽവേ പാളങ്ങൾ വെച്ചിട്ട് വലിയ ഫെൻസുകൾ ഉണ്ടാക്കി. പക്ഷേ അതും പല രീതിയിലും ആനകൾ കടക്കുന്നുണ്ട്, എഫക്റ്റീവാണ്. പക്ഷേ വളരെ എക്സ്പെൻസീവായിട്ടുള്ള ചിലവേറിയ കാര്യമാണ്. പിന്നെ മതിലുകൾ ഉണ്ടാക്കാം. പക്ഷേ മതിലുകൾ എന്നൊക്കെ പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക, നമ്മൾ കേരളത്തിൽ മൊത്തം കാടിന് മതിലുണ്ടെങ്കിൽ വെസ്റ്റേൺ ഘാട്ട് മൊത്തം പൊളിക്കേണ്ടി വരും. ഓക്കെ, മാത്രമല്ല ഇതിന് ചിലവ് വളരെ കൂടുതലാണ്. മതിൽ 1.5 കോടി വരും 1 കിലോമീറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ, പണ്ടത്തെ കണക്ക് വെച്ചിട്ട്. പക്ഷേ പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കാട് നടുങ്കിൽ ഇങ്ങനെ മതിലുകൾ വെച്ച് വേർതിരിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു തോടുണ്ട്, അല്ലെങ്കിൽ ഒരു പുഴയുണ്ട്, ഇത് തമ്മിലൊരു എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അതൊന്നും നടക്കില്ല. അപ്പം കാടിൻ്റെ ഗുണങ്ങളൊന്നും കിട്ടില്ല. അങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പം മാത്രമല്ല ഇത് വളരെ ചിലവേറിയതാണ്.
അത് ഇത്രയും മതിലുണ്ടാക്കാനുള്ള റിസോഴ്സ് നമ്മുടെ കയ്യിൽ ഇല്ല. പിന്നെ വരുന്നത് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ കാടും നാടും തമ്മിൽ ഈ സംഘർഷം വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഫിസിക്കലായിട്ടുള്ള ബാരിയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ പല പല മെത്തേഡ്സ് പറയുന്നുണ്ട്. പല പല മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒന്ന് രസകരമെന്ന് പറഞ്ഞാൽ ഈ മുളക് ഭയങ്കര പച്ചമുളക് ഭയങ്കര മുളക് പൊടി ഭയങ്കര പ്രശ്നമാണ് ആനയ്ക്ക്. അപ്പം ഈ ആഫ്രിക്കയിലൊക്കെ ചില സ്ഥലങ്ങളിൽ ചില്ലി ഫെൻസ് എന്ന് പറയും. അത് ചില കോൺഫ്ലിക്റ്റുള്ള ഏരിയയിൽ ഈ മുളക് കൃഷി തന്നെ നടത്തും. അത് സബ്സിഡി കൊടുത്തിട്ട് വലിയ കൃഷി ഒരു 1.5 ഏക്കർ സ്ഥലത്ത് ഇങ്ങനെ നീളത്തിൽ കൃഷി ചെയ്യുന്ന രീതിയുണ്ട്. പിന്നെ ചില്ലി ഫെൻസ് എന്ന് പറയും. അത് മുളക് പൊടി എടുത്തിട്ട് ഗ്രീസിൽ മുക്കിയിട്ട് നമ്മൾ കയറിൻ്റെ മുകളിൽ വെച്ച് വെക്കും. അപ്പോൾ എന്താ ആന വരുമ്പം ഈ മുളക് പൊടി. പക്ഷെ നമ്മളുടെ അത് സ്ഥലത്ത് പലപ്പോഴും പറ്റില്ല. ബിക്കോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺഫ്ലിക്റ്റ് മെയിനായിട്ട് വരുന്നത് മഴക്കാലത്താണ്, നെല്ലൊക്കെ ഉണ്ടാകുന്ന സമയത്താണ്. അപ്പം എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെള്ളത്തിൽ ലയിച്ച് പോവുക ചെയ്യുക. അപ്പോൾ അത് എഫക്റ്റീവ് അല്ല. പക്ഷേ ഈ സമ്മറിൽ ചക്കയൊക്കെ ഉള്ള സമയത്ത് വേണേൽ നമുക്ക് ശ്രമിക്കാവുന്ന ഒരു കേസാണ്. ചക്ക മാങ്ങ ഉള്ള സമയത്തൊക്കെയാണ് ഈ ചില്ലി ഫെൻസ് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാറുണ്ട്. ഇത് ഒന്ന് ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ്. ഈ മുളക് വെച്ച് ചില സ്ഥലങ്ങളിൽ അവർ മറ്റേ ചില്ലി ബോംബ് ഉണ്ടാക്കും. അതായത് പറഞ്ഞാൽ പടക്കത്തിന് മുകളിൽ ഈ മുളക് പൊടി പൊതിഞ്ഞ് വെച്ചിട്ട് കത്തിച്ചെറിയും. പൊട്ടുമ്പം മറ്റേ എന്താ പറയുക, എയറിൽ കംപ്ലീറ്റ് മുളക് പൊടി വരും. അപ്പോൾ ആന ഓടും. അതിന് നമ്മൾ ചില്ലി ബോംബ് എന്ന് പറയും. അങ്ങനെ അത് പലയിടത്തും ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ പല ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഉപയോഗിക്കാറുണ്ട്. ചില സ്ഥലങ്ങളിൽ രസകരമായ സംഭവങ്ങളുണ്ട്. റിപ്പല്ലൻസ് എന്ന് പറയും. റിപ്പല്ലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മണം ഇതിന് പിടിക്കില്ല. ഇത് ഞങ്ങൾ ശ്രദ്ധിച്ചത്, ഞങ്ങൾ ആദ്യം ഈ കടുവയും പിടിച്ചിട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ സൂവിലേക്കായിരിക്കും, മൃഗശാലയിലേക്കായിരിക്കും കൊണ്ടുപോകുക. അപ്പോൾ വയനാട് പ്രത്യേകിച്ച്. അപ്പോൾ മൃഗശാലയിലേക്ക് കൊണ്ടുപോകുമ്പം നമ്മളെന്താ വെച്ചാൽ കൂട്ടിലാക്കിയിട്ട് പൊതിഞ്ഞിട്ടൊക്കെയാണ് ലോറി കയറ്റി കൊണ്ടുപോകുക. അപ്പം ഈ 9-ാം ചുരം എത്തുമ്പോഴേക്ക് അവിടെ താഴെ കുറേ കുരങ്ങന്മാരുണ്ടാവും. ഈ 9-ാം ചുരം എത്തുമ്പോഴേക്ക് ഇതിനെ കാണുന്നതും കുരങ്ങന്മാരെല്ലാം ഓടും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെങ്ങനെ ഇത് കാണുന്നില്ല, കാരണം പൊതിഞ്ഞിട്ടിരിക്കുകയല്ലേ. പക്ഷേ സ്മെല്ലാണ് കാര്യം. അപ്പോൾ നമ്മൾ വെച്ചാൽ കുഴപ്പമില്ല, നമുക്കൊരു റിപ്പല്ലൻ്റായിട്ട് ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ കടുവയുടെ കുറേ മൂത്രം കളക്ട് ചെയ്തു. തിരുവനന്തപുരം സൂവിൽ നിന്ന് ഡോക്ടർ ജേക്കബ് ഹെൽപ്പ് ചെയ്തിട്ട് കുറേ യൂറിൻ കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു കപ്പത്തോട്ടുണ്ടായിരുന്നു വയനാടിൻ്റെ അടുത്ത്, മുത്തങ്ങയ്ക്കടുത്ത് ഒരു വലിയൊരു കപ്പ. അവിടെ പന്നികളെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. അപ്പം അതിന് ചുറ്റും നമ്മൾ സ്പ്രേ ചെയ്തു. അപ്പം പന്നി വന്നില്ല. ഈ ഇതിൻ്റെ മണം കിട്ടിയിട്ട്, കടുവയുടെ മണം കിട്ടിയിട്ട് പന്നി വന്നില്ല. പക്ഷേ വേറൊരാൾ വന്നു, വേറൊരു കടുവ വന്നു. കടുവ ഭയങ്കര ടെറിറ്റോറിയലാണ്. ഈ കടുവ വന്നോടെ കൃഷിക്കാരൻ പറഞ്ഞു പന്നി വന്നാലും കുഴപ്പമില്ല, കടുവ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ തേനീച്ച ഭയങ്കര പേടിയാണ് ആനയ്ക്ക്. അപ്പം ഈ അത് ആഫ്രിക്കയിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തേനീച്ച കൂടി ഇങ്ങനെ തൂക്കിയിടും, കയറിൻ്റെ മുകളിൽ തൂക്കിയിടും, ഓരോ കൂടായിട്ട്. അപ്പം ആന വന്ന് തട്ടിക്കഴിഞ്ഞാൽ ഈ കൂടിളകും, ആന ഓടും. വളരെ എഫക്റ്റീവ് ആഫ്രിക്കയിൽ. ഇതേ സംഭവം നമ്മൾ ഇവിടെ പരീക്ഷിച്ച് നോക്കി. എൻ്റെ ബ്രദറുണ്ട്, ഡോക്ടർ അലൻ സക്കറി, മൂപ്പരാണ് നോക്കിയതാണ്. അപ്പം പുൽപ്പള്ളിക്കടുത്തുള്ളൊരു സ്ഥലത്താണ് ഇത് ചെയ്തത്. ഇതേപോലെ കൂടിങ്ങനെ തൂക്കി ഇട്ടു. പക്ഷേ ഒരു പ്രശ്നം പറ്റി. ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ തേനീച്ചകൾ അവർ വളരെ മിടുക്കന്മാരാണ്. രാത്രിയായാലും പകലായാലും ആക്റ്റീവാണ്. നമ്മളെ ആശാന്മാർ രാത്രി ഉറക്കാണ്, അനങ്ങില്ല. രാത്രിയാണ് പ്രധാനമായിട്ട് ആന വരിക. ആ സമയത്ത് ഇവർ അനങ്ങില്ല, കൂട് പൊളിഞ്ഞാലും ഇവർ അനങ്ങില്ല. 2, വേറൊരാൾ ഇതിനെ തേടി വന്നു, കരടി. ഓക്കെ, ഈ വളരെ സിമ്പിളല്ലേ, ഒരു അടി കഴിച്ച് കഴിഞ്ഞാൽ കൂടി വീഴും, തേനെടുക്കാം. അപ്പോൾ കൃഷിക്കാർ പറഞ്ഞു വേണ്ട, ആന വന്നാലും കുഴപ്പമില്ല, ഇയാൾ വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. എന്ത് ഓൾട്ടർനേറ്റീവ് മെത്തേഡ് നമ്മൾ നോക്കിയാലും. പിന്നെ ഏർലി വാർണിംഗ് സിസ്റ്റം എന്ന് പറയും. അതായത് ആന വരുമ്പം തന്നെ നമുക്ക് മുന്നറിയിപ്പ് തരുന്ന ഒരു സിസ്റ്റം. അതിൽ പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മയക്കൊടി വെച്ചിട്ട് ഈ പ്രശ്നക്കാരനായ ആനയെ കണ്ടെത്തി അതിന് മയക്കൊടി വെച്ചിട്ട് നമ്മൾ ഇതിടും, റേഡിയോ കോളർ എന്ന് പറഞ്ഞാൽ. അത് തന്നെ GSM കോളർ എന്ന് അതിന് പറയാം.
അതിൻ്റെ ആ കോളർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ റേഡിയോ കോളർ GSM കോളർ എന്ന് പറയും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കണക്ട് ചെയ്യുക നമ്മളെ മൊബൈൽ ടവറുമായിട്ടാണ്. അപ്പോൾ ഇത് വരുമ്പോഴേക്ക് നിങ്ങൾക്ക് കയ്യിൽ മെസ്സേജ് കിട്ടും, ആന ഇന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് കിട്ടും. അതാണ് ഏർലി വാർണിംഗ് സിസ്റ്റം. അപ്പോൾ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ശ്രമിച്ചാലും എന്ത് രീതിയിൽ നമ്മൾ ഇത് വെച്ചാലും ഇതിന് മുന്നോട്ട് കടക്കാനുള്ള ബുദ്ധി ആനയ്ക്കുണ്ട്. ഓക്കെ, ആ രീതിയിൽ നമ്മളുടെ സിസ്റ്റം പുതിയ പുതിയ കണ്ടെത്തൽ ഇപ്പോൾ എന്ത് ഇതായാലും കൺമതിലൊക്കെ ഒഴിച്ചിട്ട് ചില റെയിൽ ഫെൻസൊക്കെ ഒഴിച്ചിട്ട് റെയിൽ ഫെൻസിനൊക്കെ പല ഡിഫക്ട്സ് ഉണ്ട്. ചില ഫോർ എക്സാമ്പിൾ നമ്മൾ വയനാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പൊതുവേ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു സ്ഥലങ്ങളിലാണെങ്കിൽ കുഴപ്പമില്ല. പലപ്പോഴും ഉണ്ടാവും മറ്റേ പുഴയുണ്ടാവും, തോടുണ്ടാവും, എന്തു ചെയ്യും, അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ മറ്റേ ലൈൻ ഇലക്ട്രിക് ലൈനൊക്കെ ആണെങ്കിൽ കർണാടകയിലൊക്കെ മറ്റേ ഫെൻസ് ഇലക്ട്രിക് ഫെൻസ് എന്ന് പറഞ്ഞ സാധനം ഈ വൈദ്യുതി വേലി നല്ല സക്സസ്ഫുള്ളാണ്. കാരണം എന്ന് പറഞ്ഞാൽ അടിക്കാടുകൾ അധികമില്ല, വളരെ പരന്ന സ്ഥലങ്ങളാണ്. നമ്മളുടെ രീതിയിൽ പലപ്പോഴും അതല്ല, അങ്ങനെയല്ല. അതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ ഈ ആനതിനെ അഡാപ്റ്റ് ചെയ്യും, ഇതിനെങ്ങനെ കടക്കണം, എങ്ങനെ മറികടക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫെൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഒരു മരം തള്ളിയിട്ട് കഴിഞ്ഞാൽ ഇയാൾ കടക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലതും ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മളിത് മിക്സ്ഡ് ആയിട്ടുള്ള പരിപാടിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് കോൺഫ്ലിക്റ്റിൻ്റെ മുകളിൽ നമ്മൾ മിറ്റിഗേഷൻ്റെ പ്രശ്നം. ഇതേപോലെ തന്നെയാണ് ബാക്കി സ്പീഷീസിനും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പന്നികളിൽ ചെയ്യുന്ന പോലെ ഇറങ്ങുന്ന ആനിമലിനെ കള്ളി ചെയ്യണം. കള്ളിങ് എന്നതിന് പറയാം. എന്ന് പറഞ്ഞാൽ നമ്മൾ കൊന്ന് ഒഴിവാക്കുക. അപ്പം പന്നികളിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ പന്നികളിൽ അത് ഉപയോഗിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആനയെ പോലുള്ള ഇത് അല്ല, പന്നികളിൽ റാൻഡം കള്ളിങ് എന്ന് പറയുന്നതിന്, അതായത് വരുന്ന ആനിമലിനെ തട്ടിക്കളയാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അത് നടക്കും പിന്നെ ഒരുവിധം അങ്ങനെ ചെയ്യാം. ഈ ചരിവിൻ്റെ മുകളിലാണെങ്കിൽ നമ്മൾ മയക്കോടി വെച്ച് കഴിഞ്ഞാൽ ആ ആന താഴോട്ട് ഉരുണ്ട് വീഴും. നമുക്കൊരിക്കലും അവിടുന്ന് ഫുൾ ഡോസ് കൊടുത്തിട്ട് നമുക്ക് മയക്കി കൊണ്ടുവരാം. മാത്രമല്ല നമുക്ക് ലോറി കൊണ്ടുപോകാനും പറ്റില്ല, അവിടേക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല, വാഹനം കൊണ്ടുപോകാൻ പറ്റില്ല. ആകെയുള്ള റോഡിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയ ഒരു സ്ട്രിപ്പ് പോലെ കിടക്കുന്ന ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. താഴെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡാമിൽ ആന ഇറങ്ങുകയും മുങ്ങി മരിക്കുകയും ചെയ്യും. അങ്ങനത്തെ പ്രശ്നമാണ്. അപ്പം നമുക്കിതിന് മുകളിൽ നിന്ന് ചെയ്യാനും പറ്റില്ല, താഴെ ഇങ്ങോട്ടും ചെയ്യാൻ പറ്റില്ല. ആകെയുള്ള ഈ ഇടയ്ക്കുള്ള സ്ഥലങ്ങളിൽ എനിക്ക് വന്ന് നിൽക്കണം ആന. അപ്പം ആ ഇടയ്ക്കുള്ള സ്ഥലത്ത് ആനയെ കിട്ടി ഞാൻ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പം ഡാമിലേക്ക് ഓടിക്കയറും. ഇല്ലെങ്കിൽ മലയുടെ മുകളിൽ പോയി 10-30 മിനിറ്റ് എടുക്കും ആന മയങ്ങി വരാൻ, ഉരുണ്ട് വീഴും. ഇതാണ് സ്ഥിതി.